സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മലയാളത്തില് അവൻ എഴുതാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത്, അതാണ് ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. ടെൻസിന്റെ പേരൊന്നും പഠിക്കണമെന്നില്ല, പക്ഷെ അറിഞ്ഞിരിക്കുക. എഴുതാറുണ്ട്, അതിന്റെ അവൻ എഴുതാറുണ്ട്, ഹി റൈറ്റ്സ് എന്ന് നമ്മൾ കണ്ടു, അതിന്റെ പ്രത്യേകതകളെ കണ്ടു. അതിന്റെ ചോദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണുകയുണ്ടായി. ഇംഗ്ലീഷുകാർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന എപ്പോഴും എങ്ങനെയാണ്? വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടുവന്ന് മുന്നിലിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഒരു വാക്കേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഇംഗ്ലീഷിൽ അവർ രണ്ടായിട്ട് മുറിക്കും. റൈറ്റ്സ് എന്നുള്ളത് ഡസും റൈറ്റും ആയിട്ട് മുറിക്കും. അപ്പൊ രണ്ട് വാക്കുകൾ കിട്ടി. ഇവിടെ ഡസ് എന്നുള്ള വാക്കിന് അർത്ഥമൊന്നും ഇല്ലാന്ന് നമ്മൾ കാണുകയുണ്ടായി. അത് ഇങ്ങനെ നെഗറ്റീവും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഡു ഡസ് ഒരു വെർബ് ഉണ്ട്, ചെയ്യുക, ചെയ്യാറുണ്ട്, പ്രസന്റ് ഫോമിൽ അർത്ഥമായിരിക്കും. പക്ഷെ അതല്ല ഈ ഡസ് എന്ന് വിചാരിച്ചു വെച്ചാൽ മതി. അപ്പൊ അതുകൊണ്ടത് മുമ്പിൽ ഇടുമ്പോൾ ക്വസ്റ്റ്യൻ ഡസ് ഹി റൈറ്റ്, അവൻ എഴുതാറുണ്ടോ? ഇത് നമ്മൾ കാണുന്നത് നെഗറ്റീവ് ആണ്, അവൻ എഴുതാറില്ല. അപ്പൊ ഹി നോട്ട് റൈറ്റ്സ് എന്നല്ല പറയുന്നത്. നേരത്തെ ചോദ്യത്തിൽ കണ്ട പോലെ ഇതുപോലെ മുറിച്ചിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയി നോട്ട് എന്നുള്ള വാക്ക് വയ്ക്കും. ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയി നോട്ട് എന്നുള്ള വാക്ക് വയ്ക്കും. അപ്പൊ അതിന്റെ നെഗറ്റീവായി ഡസ് നോട്ട് റൈറ്റ്, ഡസ് നോട്ട് റൈറ്റ്. അപ്പൊ ഡസ് നോട്ടിന്റെ ഷോർട്ട് ഫോം ആണ് ഡസിൻഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പറയാം, ഹി ഡസിൻ റൈറ്റ്, അവൻ എഴുതാറില്ല. ഹി ഡസിൻ പ്രേ, അവൻ പ്രാർത്ഥിക്കാറില്ല. ഹി ഡസിൻ പ്ലേ, അവൻ കളിക്കാറില്ല. ഹി ഡസിൻ ടീച്ച്, അവൻ പഠിപ്പിക്കാറില്ല. ഹി ഡസിൻ സിംഗ്, അവൻ പാടാറില്ല. ഓക്കെ, ഇതല്ല, ഇത് സിംഗുലർ ഒരാളുള്ളതുകൊണ്ടാണ് ഈ നിയമം അല്ലെ. സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വെർബ്. ഇനി ഷീ സിംഗുലർ, ഒരാള്, അവൾ. അപ്പൊ ഷീ ഡസിൻ റൈറ്റ്, അവൾ എഴുതാറില്ല. ഷീ ഡസിൻ റൈറ്റ്, അവൾ എഴുതാറില്ല. ഷീ ഡസിൻ പ്ലേ, അവൾ പ്രാർത്ഥിക്കാറില്ല. ഷീ ഡസിൻ പ്ലേ, അവൾ കളിക്കാറില്ല. ഷീ ഡസിൻ ടീച്ച്, അവൾ പഠിപ്പിക്കാറില്ല. ഷീ ഡസിൻ സിംഗ്, അവൾ പാടാറില്ല. ഇനി അടുത്തത് മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്, എന്റെ കൂട്ടുകാരൻ, ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് സിംഗുലറാ. അപ്പൊ ആ നിയമം സിംഗുലർ സബ്ജക്ട്, സിംഗുലർ വെർബ്. അപ്പൊ ഡസിന്റെ അതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൈ ഫ്രണ്ട് ഡസിൻ റൈറ്റ്, എന്റെ കൂട്ടുകാരൻ എഴുതാറില്ല. മൈ ഫ്രണ്ട് ഡസിൻ പ്രേ, എന്റെ കൂട്ടുകാരൻ പ്രാർത്ഥിക്കാറില്ല. മൈ ഫ്രണ്ട് ഡസിൻ പ്ലേ, എന്റെ കൂട്ടുകാരൻ കളിക്കാറില്ല. മൈ ഫ്രണ്ട് ഡസിൻ ടീച്ച്, എന്റെ കൂട്ടുകാരൻ പഠിപ്പിക്കാറില്ല. മൈ ഫ്രണ്ട് ഡസിൻ സിംഗ്, എന്റെ കൂട്ടുകാരൻ പാടാറില്ല. മൈ ഫ്രണ്ട്സ് എന്നായിരുന്നെങ്കിൽ അപ്പൊ ഇത് പറയാൻ പറ്റില്ല. ആ ഫ്രണ്ട്സ് പ്ലൂറലായി, അപ്പൊ ഡോണ്ട് എന്ന് പറയും. നേരത്തെ കണ്ടതാ. മൈ ഫ്രണ്ട്സ് ഡോണ്ട് റൈറ്റ്, എന്റെ കൂട്ടുകാർ എഴുതാ. ഫ്രണ്ട്സ് പ്ലൂറലായി. അപ്പൊ ഇവിടുത്തെ നിയമം അനുസരിച്ച് ഡസിന്റെ പറയില്ല, ഡോണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഇനി യുവർ ബ്രദർ, നിന്റെ ബ്രദർ അല്ലെ. യുവർ എന്നുള്ളത് ചിലർ വിചാരിക്കുന്നത് പ്ലൂറല, യു പ്ലൂറലാണ്. യു അല്ല, യുവർ ആണ്. ഇവിടെ ഇതാണ് സബ്ജക്ട്, ബ്രദർ, ഒരാളേ ഉള്ളൂ. യുവർ ബ്രദേഴ്സ് എന്നാണെങ്കിൽ അത് പ്ലൂറലാകും. അപ്പൊ യുവർ ബ്രദർ ഡസിൻ റൈറ്റ്, നിന്റെ ബ്രദർ എഴുതാറില്ല. യുവർ ബ്രദർ ഡസിൻ പ്രേ, നിന്റെ ബ്രദർ പ്രാർത്ഥിക്കാറില്ല. യുവർ ബ്രദർ ഡസിൻ പ്ലേ, നിന്റെ ബ്രദർ കളിക്കാറില്ല. യുവർ ബ്രദർ ഡസിൻ ടീച്ച്, നിന്റെ ബ്രദർ പഠിപ്പിക്കാറില്ല. യുവർ ബ്രദർ ഡസിൻ സിംഗ്, നിന്റെ ബ്രദർ പാടാറില്ല. ഇനി their സിസ്റ്റർ, അവരുടെ സിസ്റ്റർ. സിസ്റ്റർ എന്ന് പറയുന്നത് സിംഗുലർ, അതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ് ഡസൻ. അവരുടെ സിസ്റ്റേഴ്സ് എന്നാണെങ്കിൽ, സഹോദരിമാർ എന്നാണെങ്കിൽ ഇവിടെ മാറും, ഡോണ്ട് എന്ന് പറയേണ്ടി വരും. അവിടെ അത് തന്നെ ആയിരിക്കും, അത് വ്യത്യാസം വരില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സിംഗുലർ പഠിക്കുകയാണ്. their sister doesn't write, അവരുടെ സിസ്റ്റർ എഴുതാറില്ല. their sister doesn't pray, അവരുടെ സിസ്റ്റർ പ്രാർത്ഥിക്കാറില്ല. their sister doesn't play, അവരുടെ സിസ്റ്റർ കളിക്കാറില്ല. their sister doesn't teach, അവരുടെ സിസ്റ്റർ പഠിപ്പിക്കാറില്ല. their sister doesn't sing, അവരുടെ സിസ്റ്റർ പാടാറില്ല. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് ഇത്രയേ ഉള്ളൂ, പഠിക്കാനുള്ളപ്പോ. പക്ഷെ ഇത് വരത്തില്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ലെങ്കിൽ ഇത് വരത്തില്ല. നമ്മളിത് ബേസിക് നിയമം, അടിസ്ഥാന നിയമം പറഞ്ഞാൽ എത്രയോ വാചകങ്ങൾ ഉണ്ടാക്കാം. കുറച്ച് വാചകങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞാൽ എളുപ്പമാണ് ഭാഷ പഠിക്കാൻ. നമുക്കിത് വലിയ വാചകം. ഹി ഡസിൻ ഗോ, അവൻ പോകാറില്ല. ടു വിസിറ്റ് ഹിസ് പാരന്റ്സ്, അവന്റെ പാരന്റ്സിനെ സന്ദർശിക്കുവാൻ അവൻ പോകാറില്ല. സന്ദർശിക്കുവാൻ അവന്റെ പാരന്റ്സിനെ. ഇംഗ്ലീഷിലെ ഓർഡർ അങ്ങനെയാ.
മലയാളത്തിൽ പറയുന്ന പോലെയല്ല, പക്ഷെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഈ ഓർഡർ വരുള്ളൂ. ഹി ഡസൻ ഗോ ടു വിസിറ്റ് ഹിസ് പാരന്റ്സ്, ഹി ഡസൻ ഗോ ടു വിസിറ്റ് ഹിസ് ഫ്രണ്ട്സ്, ഹി ഡസൻ ഗോ ടു ഹെൽപ്പ് ഹിസ് പാരന്റ്സ്, ഹി ഡസൻ ഗോ ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്. അവന്റെ കൂട്ടുകാരെ സഹായിക്കുവാൻ അവൻ പോകാറില്ല. ഹി ഡസൻ ഗോ ടു ഹെൽപ്പ് ഹിസ് ഫ്രണ്ട്സ്, ഹി ഡസൻ ഗോ അവൻ പോകാറില്ല. ടു ഹെൽപ്പ് സഹായിക്കുവാൻ നമ്മൾ കണ്ടതാണ് നേരത്തെ, ഹിസ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുന്ന രീതി എപ്പോഴും പറയുന്ന ഒരാൾ മലയാളം പറയുക, മറ്റേ ഇംഗ്ലീഷ് പറയുക. കറക്റ്റായിട്ട് പറഞ്ഞു പഠിക്കണേ. നിങ്ങളെ പോലെ ഒരാളെ കൂടി കിട്ടിയാൽ എളുപ്പമാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വരെ പ്രാക്ടീസ് ചെയ്താൽ ഈ ഭാഷ സ്വന്തമാക്കാം, ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഈ വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അതുകൂടി കാണുക. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങള്. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങള് മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങള്. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷില് നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 3 പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ.
നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഇടി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റിൽ 7ാമത്തെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കണ്ടു. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിൽ എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് പഠിക്കുന്നത്. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കില്ല. കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും ഇംഗ്ലീഷില് ഒരേപോലെയാണ് ഇരിക്കുന്നത്, സ്പെല്ലിംഗ്, ഉച്ചാരണവും. എന്നാൽ അർത്ഥം വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. അതുപോലെ പ്രസന്റ് ഫോമില് പ്ലൂറലും ഉണ്ട്, സിംഗുലറും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാണ്. ബൈൻഡ്, ബൗണ്ട്, ബൗണ്ട്, ഫൈൻഡ്, ഫൗണ്ട്, ഫൗണ്ട്, ഗ്രൈൻഡ്, ഗ്രൗണ്ട്, ഗ്രൗണ്ട്, വൈൻഡ്, വൗണ്ട്, വൗണ്ട്. അത് ഈ വാക്കുകളുടെ, ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇ എന്നോ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള വെർബുകളിലേക്ക് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമുക്കവ കാണാം. recognize, recognized, recognized, refuse, refused, refused, regret, regretted, regretted, repair, repaired, repaired, respect, respected, respected, satisfy, satisfied, satisfied, scream, screamed, screamed, share, shared, shared, smoke, smoked, smoked, snore, snored, snored, sin, sinned, sinned, sneeze, sneezed, sneezed, start, started, started, sold, 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 stop, stopped, stopped, suffer, suffered, suffered, suspect, suspected, suspected, talk, talked, talked, tie, tied, tied, thank, thanked, thanked, touch, touched, touched, travel, 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 turn, turned, turned, tremble, 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 use, used, used. ഈ വെർബുകള് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഇവ കാണാതെ പഠിക്കുക. അതുപോലെ ചില വെർബുകൾക്കൊക്കെ വ്യത്യാസം വരും. സിംഗുലർ ആകുമ്പോൾ ചിലപ്പോ സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ പാസ്റ്റ് ഫോമിലും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമിലൊക്കെ ചില വെർബുകൾക്ക് ഡബിൾ ഒരു ലെറ്റർ കൂടിയൊക്കെ വരുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വെർബുകള് ഉച്ചാരണവും അർത്ഥമൊക്കെ കാണാതെ പഠിക്കുക. എങ്കിൽ മാത്രമേ ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും ഉപയോഗിക്കാനും കഴിയൂ. ഓക്കെ.